വറഹ്മതൻ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ സന്തുഷ്ടിയോടുകൂടി ഇണങ്ങിച്ചേരുവാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങളുടെ ഇടയിൽ പ്രേമമെന്ന സ്നേഹമെന്ന ആ വികാരം ഇട്ടുതരികയും കൃപയെന്ന ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ മനസ്സിൽ ഇട്ടുകയും ചെയ്ത അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ചെങ്കിലും നമുക്ക് മനസ്സിലാവുകയുണ്ട്. നാം ചിന്തിക്കാറില്ല, ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും പരസ്പരം ആകർഷിക്കത്തക്ക രീതിയിൽ ആ ആകാര സൗന്ദര്യത്തോടെ സൃഷ്ടിക്കുകയും നമ്മുടെ മനസ്സിൽ പ്രേമമെന്ന സ്നേഹമെന്ന ആ വികാരം ഇട്ടുതരികയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യകുലത്തിന് ഇന്ന് ഉണ്ടാവുകയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ തമാശയായിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ ചെറിയ തമാശ വേണം. ഈ ആയത്തിൻ്റെ സാരാംശം എന്ന് ഞാൻ പറയുന്നത് മുഴുവനുള്ള അർത്ഥമല്ല, സാരാംശം അർത്ഥത്തിൽ ചെറുത്. ആ സാരാംശം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ചലച്ചിത്ര ഗാനമുണ്ട്. ആ ചലച്ചിത്ര ഗാനം നമ്മളൊക്കെ സിനിമയെ ഇത് പറയുന്നെങ്കിൽ സിനിമയായിട്ട് ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ ചലച്ചിത്ര ഗാനത്തിൻ്റെ 2 വരികളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാടാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ മനുഷ്യ മനസ്സിൽ അല്ലാഹു തആല ഇട്ടുകൊണ്ടിരിക്കുന്ന പ്രേമത്തിൻ്റെ അനുബന്ധമായിട്ട് സർവശക്തന് സ്തുതി പാടുന്ന ഒരു സിനിമാ ഗാനമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും 2-4 വരി പാടാമോ? അതല്ല, അത് കൊള്ളാം, പക്ഷെ അതല്ല ഇതേ അർത്ഥം വരുന്നത്. ഞാനൊരു ക്ലൂവിൻ്റെ തരാം. അതൊരു മുസ്ലിം ഗാനരചയിതാവാണ് എഴുതിയത്. അത് പാടിയത് യേശുദാസാണ്. ആ ചലച്ചിത്രത്തിന്റെ പേര് ധ്വനി എന്നാണ്. അത് 1988 റിലീസായ പടമാണ്. അക്ഷരം ഞാൻ തുടങ്ങിയ വെച്ചാൽ പാടാവുന്ന എനിക്ക്, പക്ഷെ പാടാൻ വലിയ കഴിവുള്ള ആളല്ല. പക്ഷെ തുടങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഭംഗിയായിട്ട് പാടുന്നത് എനിക്കറിയാം. ഞാൻ തുടങ്ങി വെക്കാം. രതിസുഖസാരമായി എന്നാണ് ആദ്യം. രതിസുഖസാരമായി ദേവി നിൻ രതിസുഖസാരമായി ദേവി നിൻ മെയ് വാർത്തെടുത്ത ആ ദൈവം കലാകാരൻ അല്ലേ? കലാകാരൻ പ്രിയ സഖി നിൻ എൻ പ്രേമം നിന്നിൽ ഇത് വളരെ ഫേമസ് ആണ് പാട്ടാണ്. രതിസുഖസാരമായി ദേവി നിന്നെ വാർത്തെടുത്തൊരാ ദൈവം കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. അതാണ് ഈ പാട്ട്. ഇത് ഞാനീ പാടിയത് ഈ പരിശുദ്ധ ഈ ആയത്തുമായിട്ട് ഒരു അല്പ ബന്ധമുള്ള ഒരു പാട്ടായതുകൊണ്ടായിരിക്കാം യൂസഫലി കേസരിയാണ് എഴുതിയത്. ഇത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ മജീദ് സാർ പലപ്പോഴും നിസ്സാരുടെ മുഖത്ത് നോക്കി ഇത് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചത്. ഇപ്പം പാടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിസ്സാർ ഇപ്പം പാടുന്നുണ്ടോ? നിസ്സാർ പാടാം. ഇപ്പം പാടുന്നു, പണ്ടൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ദമ്പതികളിലേക്ക് തന്നെ കിടക്കാം. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല പ്രാവശ്യം ഹജ്ജ് ചെയ്തുള്ള ദമ്പതികളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹസൊക്കെ അല്ലാഹു തആല കൊടുത്തത്. ആ ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു യാത്രയായിരുന്നില്ല. മറ്റ് പലർക്കും ഹജ്ജിന് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഹിദ്മത്ത് ചെയ്തുകൊണ്ടുള്ള ഹജ്ജ് യാത്രകളായിരുന്നു. ഉണ്ടായിരുന്നു. അതിന് മഹാപുരുഷന്റെ അഖരാണ് ഇരിക്കുന്നത്. രണ്ടുപേരും നമുക്കൊന്നും അത്രയും പറ്റിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഅൻ
ഇതാ ജന്ന. ഒരു ഹജ്ജ് ചെയ്താലേ അവന് സ്വർഗമല്ലാതെ വേറെ ഒന്നുമില്ല അതിന് പ്രതിഫലം എന്നാണ്. അപ്പോൾ ഇത്രയും ഹജ്ജ് ചെയ്തവർക്കുള്ള പ്രതിഫലം എന്തുമാത്രമായിരുന്നു. പിന്നെ നമ്മുടെ മെഹറിൻ്റെ സഭ മോള്, അവളെ സംബന്ധിച്ചിടത്തോളം സയ്യിദ് കുടുംബത്തിൽ ജനിച്ച് പൈതൃകമായ ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകമായി മാറി. അതോടൊപ്പം തന്നെ ഇസ്ലാമികമായ ജീവിതം നയിച്ചുകൊണ്ട് ഭർത്താവിനോട് ഭക്തിയും കുടുംബബന്ധം കൂട്ടിച്ചേർക്കാനുള്ള അതിതീർത്ഥമായ ആഗ്രഹവും പ്രവൃത്തിയും ഒക്കെ ജീവിതത്തിൽ വിരാജിക്കുന്ന ഒരു മോളാണ് നിസ. അവർക്ക് ആ ഒരു ജീവിത പാത കാണിച്ചു കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ട മത ആവുകാത്ത അവരുകളാണ്. തായെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കുടുംബ ബന്ധം, അതുപോലെ തന്നെ ഭർത്താവിനോടുള്ള ആധിപത്യം, ആ ഭക്തി, അതൊക്കെ നിലനിൽക്കുന്ന ഒരു ജീവിതത്തിന്റെ ഒരു ഉടമ്പയായിരുന്നു. ആ ഇത്താണ് ജീവിതത്തിന്റെ ബാക്കി പത്രമാണ് നിസ്സാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശക്തിയായിരിക്കില്ല. ഞാൻ സമയം കേട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉള്ളിൽ തട്ടിയത് പറഞ്ഞു പോയതേ ഉള്ളൂ. മറ്റൊരു കാര്യം, അവരുടെ ഏത് ദമ്പതികളും ആഗ്രഹിക്കുന്ന സന്താനങ്ങളെ കൊണ്ടുള്ള സുഖമാണ്. നമുക്കറിയാം അവരുടെ 2 മക്കൾ സുനിയും തസ്നിയും. സുനി അങ്ങ് അമേരിക്കയിലാണെങ്കിൽ പോലും സ്വന്തം മാതാപിതാക്കളുള്ള കടമ മറക്കാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകൻ. അതുപോലെ തന്നെ വെളിപ്പാട് അകലെ തസി എന്ന് വിളിച്ചാൽ മൊഴികത്തക്ക രീതിയിൽ തൊട്ടടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു വാസസ്ഥലവും ഒരുക്കി കൊടുത്തതെല്ലാം അവരുടെ വളരെയേറെ സന്തോഷകരമായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അവിടെയൊക്കെ പോകാനും ഒക്കെ സാധിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇതാ മാത്തൽ ഇൻസാനും, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്തക്കഴ അമലഹു ഇല്ല ബിസലാസത്തിൽ, 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊന്നും നിലനിർത്തിയില്ല. അത് ഒന്ന് സദഖത്തുൻ ജാരിയ സദഖ, 2ാമത് ഇൽമുൻ നാഫിയ, നിലനിൽക്കുന്ന അറിവ്, 3 വലദൻ സാലിഹ യദഉ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം, നല്ല സന്താനം. ആ സന്താനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് നിലനിൽക്കുന്ന അറിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മജീദ് സാറ് ലോക പ്രശസ്തി നേടിയ ഇസ്ലാം യൂണിവേഴ്സിറ്റി, അലിഗഡ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ വർക്ക്ഷോപ്പിൽ കടഞ്ഞെടുത്ത ഏറ്റവും നല്ല ഫസ്റ്റ് റാങ്കോടുകൂടി കടഞ്ഞെടുത്ത ഏറ്റവും നല്ല ഒരു ശില്പിയാണ് അൽബൻ നാഫിയാണ് പ്രതിനിധിക്കുന്ന മജീദ് സാർ. ആ മജീദ് സാർ പിന്നീട് അദ്ദേഹത്തിന്റെ എൽമ് അനേകം 100 കണക്കിന് വിദ്യാർത്ഥികൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അവരുടെ എല്ലാം മനസ്സിൽ ആ എൽമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ എൽമിന് നാഫിയായുടെ പ്രതിഫലം കിട്ടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ശരിക്കും ഞാൻ പറയുന്നത്, ഈ മഹാഭാഗ്യങ്ങളെല്ലാം ശ്രദ്ധിച്ച ഒരു ദമ്പതികളാണ് മജീദ് സാറും നിസാരും. അവരെ മാതൃകയാക്കിയിട്ടുണ്ട്. 50 വർഷത്തെ സുബ്ഹാനല്ലാഹ് അവരുടെ ശാന്തമായ ജീവിതം പരസ്പര വിശ്വാസത്തിലൂടെ, സ്നേഹത്തിലൂടെ, ധൈര്യത്തിലൂടെ കെട്ടിപ്പടുത്ത ഒരു പതിറ്റാണ്ട് കാലം, നൂറ്റാണ്ട് കാലം. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, ജീവിത സമസ്യയിൽ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവര് ശരിയായ ഈമാനും തഖ്വയും സബൂറും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിച്ച് നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ കാണിച്ചു തന്നവരാണ്. ഇവരെ മാതൃകയാക്കിക്കൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോട്, യുവതലമുറയോട്, മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വിശ്വാസം ദൃഢമായിരിക്കണം. തഖ്വയിൽ അധിഷ്ഠിതമായ വിശ്വാസമായിരിക്കണം. കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ വളരെയേറെ പണിപ്പെടണം. മനസ്സിന് റിസ്ക് എടുത്തെങ്കിൽ ആ കാര്യം നടക്കും. എളുപ്പം തന്നെ മജീദ് സാറിന് നിസ്സായും എന്തുമാത്രം റിസ്ക് എടുത്താൽ നമ്മളിവിടെ കൂട്ടിയത്. അൽഹംദുലില്ലാഹ് ഇതുപോലെ നമുക്ക് പരസ്പരം കാണാൻ അവസരം ഉണ്ടായത്. അപ്പൊ എപ്പോഴും കുടുംബ ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നതില്
ഇപ്പോഴും നമ്മുടെ ഇളം തലമുറയ്ക്ക് ഒരു അല്പം ബുദ്ധിമുട്ടാണ്. അത് മാറണം. ഇപ്പം തന്നെ ഇതുപോലെയുള്ള അവസരങ്ങൾ വരാൻ നമ്മുടെ തലമുറയ്ക്കൊരു മടിയാണ്. അത് മാറണം. രണ്ടാമത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ എപ്പോഴും എളിമ വേണം. അതോടൊപ്പം മനസ്സിൽ ഒരു ത്യാഗത്തിൻ്റെ ചിന്തയും വേണം. ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ള നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങളാണ് ഈ യുവതലമുറയോട് ഇവരെ സാക്ഷിയാക്കിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ നീട്ടുന്നില്ല. നമുക്ക് വിശാലമായ ഒരു ദ്വാ ഉണ്ട്. ആ ദ്വാ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. അതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹം 2 മിനിറ്റ് അവർക്കൊരു ആശംസ പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിന് സമാനമുള്ളൂ. അതുകൊണ്ട് എൻ്റെ എല്ലാം വലിയൊക്കെ ഇപ്പോൾ കിടപ്പിലാണ്. നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം. മൂത്തക്ക അദ്ദേഹത്തിന് അല്ലാഹു തആല ആഫിയത്തും ആഖിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ കമർസാനൊക്കെയാണ്. കമർസാനൊക്കെ 2 മിനിറ്റ് ഒരു ആശംസ പറയണം. അദ്ദേഹത്തിന് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇത്രയും പേര് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒന്ന് ഒത്തുചേർന്നപ്പോൾ നമുക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ഒരു സംസാരം ഇവിടെ നടത്തിയില്ലെങ്കിൽ അതൊരു പോരായ്മ എന്ന് കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്തത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ മജീദ് സാറും ഞങ്ങളുടെ മൂത്ത സിസ്റ്ററിൻ്റെ മൂത്ത മകൾ മെഹറിൻ നിസായി അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇവരെ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ തന്നെ ഇണകൾ എന്ന് തന്നെയാണ് നാം ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഭാഗവാക്കാകുന്ന 2 കക്ഷികളെയാണ് ഇണകൾ എന്ന് പടച്ചവൻ പറയാൻ നമ്മെ പഠിപ്പിച്ചത്. ആ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ചിന്തിക്കുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ആ ഇണ എന്ന് എന്തുകൊണ്ട് വിളിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ചില പ്രത്യേകതകൾ നമ്മൾ കാര്യമായി സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. അതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്ർ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആനെ കുറിച്ച് പറയുന്നത്, വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത്, ഖുർആനെ കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അവിടെ അള്ളാഹുവിൻ്റെ ആസ്തിത്വത്തെക്കുറിച്ചും ആ അള്ളാഹുവിൻ്റെ സിഫത്തിനെ കുറിച്ചും കണക്ട് ചെയ്താണ് പറയുന്നത്. ഞാൻ വയസ്സായി എന്നെനിക്ക് മനസ്സിലാകുന്ന ചില സന്ദർഭങ്ങളാണ്. ചിലപ്പോഴും സ്ട്രൈക്ക് ആകും. ചില അല്ലല്ല സൂറത്തുൽ ഹശ്റിലെ എത്രാമത്തെ നീ പറ. തുടങ്ങിയ മതി. ഈ വിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ്. അത് പറയാനേ പറഞ്ഞു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹി വതൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله
സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. സദഖല്ലാഹ്. സൂറത്തുൽ ഹശ്റിനെ പഠിക്കണം, പ്രത്യേകം പഠിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാര്യം അതിൽ എല്ലാ ആയത്തുകൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത എടുത്തു പറയുന്നതോട് കൂടി തന്നെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആയത്താണിത്. എല്ലാ ദിവസവും നമ്മൾ ചെല്ലണം. ആ ചെല്ലുന്നതിന് അതിന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചൊക്കെ ധാരാളം പറയാം. ഇവിടെ പറയുന്നത് പടച്ചതമ്പുരാൻ പറയുന്നു, ഈ വിശുദ്ധ ഖുർആൻ ഈ ഒരു വലിയ മലയുടെ മുകളിൽ ഞാൻ അവതരിപ്പിച്ചായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ആ പർവ്വതം പൊട്ടിത്തെറിച്ച് ശിഥിലമായി പോയത്. അതൊക്കെ അത് ആ ഖുർആന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന ഒരു ഉപമയാണ്. അതോടുകൂടി പിന്നെ പറയുന്നത് മൊത്തം അള്ളാഹുവിൻ്റെ സിഫത്തിന്, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരണമാണ്, വിശദമായ വിവരണം. സിഫത്തുകൾ എണ്ണി പറയുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും നാം ഏർപ്പെടുന്ന എല്ലാ സംഗതികളെ സംബന്ധിച്ചും ഖുർആൻ എന്തു പറയുന്നു, പ്രവാചകൻ എന്തു പറയുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി നാം വളരെയധികം സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന ഈ അവസരത്തിൽ. നേരത്തെ ഇവിടെ മജീദ് സാറിനെ കുറിച്ചും മെഹർനിസയെ കുറിച്ചുമൊക്കെ ഇവിടെ സംസാരിച്ചു. ഞങ്ങളുടെ മൂത്ത സഹോദരി, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മയിലാണ് എപ്പോഴും കഴിയുന്നത്. അതുപോലെ ഒരു സ്നേഹനിധി നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയി. എന്നിരുന്നാലും നാം എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സ്നേഹ വായ്പാണ് ഞങ്ങളുടെ ആ സഹോദരിക്കുള്ളത്. ഞങ്ങൾ ആരെങ്കിലും കുന്നിക്കോട് ചെല്ലും എന്ന് പറഞ്ഞാൽ പിന്നെ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നും മാറാതെ ഒരു കസേരയിലിരുന്ന റോഡിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ എത്തിച്ചേരുന്നത് വരെ സമാധാനമില്ല. ചെന്നാൽ ആ സ്നേഹവായ്പ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം അത്ര വിപുലമായ വിശാലമായ ഒരു രീതിയാണ് അവലംബിച്ചുകൊണ്ടിരുന്നത്. നാം ഇത് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ അടുപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ അവരെ സഹായിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രേരണ ചെലുത്തുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഞങ്ങളുടെ ആ മൂത്ത സഹോദരി. കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ കുടുംബം എല്ലാം ചേരുമ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും കുടുംബത്തിൽ ഓരോരുത്തരെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും എവിടെയെങ്കിലും ഒരു ആവശ്യം എന്ന് കണ്ടാൽ ഓടിയെത്തുകയും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം എന്ന് അഭ്യർത്ഥിക്കാനും കൂടെ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സർവശക്തനായ അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ഇനി സർവശക്തൻ എവിടം വരെ ഈ ദമ്പതികളെ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും സംസാരിക്കാൻ പറ്റില്ല, തീരുമാനിക്കാൻ പറ്റില്ല. ഇത്രയും നൽകിയത് ഒരു വലിയ വരദാനമാണ്. ഇതെല്ലാം ബോണസായിട്ടാണ് കിട്ടുന്നത്. എത്രയോ ചെറുപ്പക്കാർ പ്രധാനപ്പെട്ട വലിയ രോഗമൊന്നും ഇല്ലാതെ തന്നെ
മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിന്ന നിലയിൽ ഒരു സൂചനയും നൽകാതെ ഉഴഞ്ഞു വീണ് മരിക്കുന്ന എത്രയോ സംഭവങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതെല്ലാം കൂടി വച്ച് നോക്കുമ്പോൾ അള്ളാഹു അനുവദിച്ച ഈ സമയം നമ്മൾ ബോണസായിട്ട് കണക്കാക്കി നല്ല രീതിയിൽ ജീവിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തി വളരെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിന് ആഗ്രഹം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ട് ഭാവി ജീവിതം ഭാസുരമാക്കണം എന്നാണ് എനിക്ക് ഇവിടെ വിനീതമായി പറയാനുള്ളത്. സർവശക്തൻ നമ്മയെല്ലാം അവൻ്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് എല്ലാ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിൻ്റെയും കുടുംബത്തിൻ്റെയും 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ആണ് ഞാൻ പങ്കെടുക്കുന്നത്. സാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വരുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാഗ്യങ്ങളും ശ്രദ്ധിച്ചതാണ് എന്നാണ് എനിക്ക് എപ്പോഴും ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എത്താവുന്ന മാക്സിമം കോളേജ് പ്രിൻസിപ്പളായി അദ്ദേഹം പറ്റുകയാണ്. അത് കഴിഞ്ഞ് മറ്റുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. അതിനൊരു ഉദാഹരണം പറയുമ്പോൾ വന്ദേ ഭാരത് തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ അദ്ദേഹം കുടുംബവും ബുക്ക് ചെയ്ത് അതിൽ യാത്ര ചെയ്തു. അതുപോലെ അടുത്ത സിൽവർ ലൈൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ ആദ്യം യാത്രയും ചെയ്യാൻ താല്പര്യമുള്ള ആളുമാണ്. അതുപോലെ പല രാജ്യങ്ങളും അമേരിക്കയിലും UAE-യിലും തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാൻ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹജ്ജ് ചെയ്യാൻ മാത്രമല്ല ഒരു ഹജ്ജ് ചെയ്യുന്നതിനുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുക്കാൻ ഒക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ ഭാവങ്ങളും നേടി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു. ചേട്ടൻ നിൽക്കുമ്പോൾ അന്യം പറയാം. ഞങ്ങളിവിടെ കുറച്ചുകാട് അനുഭവം ഞാൻ ആദ്യം പറയുന്നത് നീ പറയട്ടെ. എനിക്ക് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. കാരണം നല്ല നല്ല ഉപ്പം ഉണ്ടെങ്കിൽ തന്നെ കമ്മീഷനല്ല, അതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഓടിയത് ഞാനാണ്. എന്നിട്ട് അന്ന് 13,000 പേരെ വിളിച്ചായിരുന്നു. ഇതിന്റെ പ്രത്യേകം പറയാനുണ്ടല്ലോ, അത് സഹോദരനോ മകനോ എന്തൊക്കെയായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ പറയാം. മെയ് 25 ഇന്നാകുമ്പോൾ 50 വർഷം. ഞാൻ മൊബൈൽ നോക്കുവായിരുന്നു. 18,262 ദിവസങ്ങൾ, 18,262 പകലുകൾ രാത്രികൾ ഇവരൊരുമിച്ച് മുമ്പോട്ട് നീങ്ങി എന്നുള്ളതാണ്. വളരെ സ്നേഹത്തോടുകൂടി സഹോദര്യത്തോടുകൂടി ഇവിടെ ഖുർആൻ ആയത്തുകളൊക്കെ ഓതിയതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് അതിലേ കിടക്കുന്നില്ല. പ്രവാചകന്റെ ഒരു സംഭവം മാത്രം പറയാം. പ്രവാചകൻ രൂപത്തിൽ കിട്ടുമ്പോൾ 40-ാം വയസ്സിൽ
അദ്ദേഹം വളരെ പരിഭ്രാന്തനായി ഓടി വന്നത് ഖദീജ ബീവിയുടെ സമീപമായിരുന്നു. അവരാണ് അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചത്, സമാധാനിപ്പിച്ചത്. റസൂലിനോട് പറഞ്ഞു പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ബന്ധുവിനെ കാണുകയും ആ ബന്ധുവാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായി നിന്റെ ഭർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നീ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് തുടർച്ചയായി ആ പ്രവാചകന് നിഴലായിട്ടായിരുന്നു ഖദീജ ബീവി. നമുക്ക് ഹജ്ജിന് പോകുമ്പോൾ കാണാം വലിയൊരു പർവ്വതം, ആ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ധ്യാനാവസ്ഥയിൽ റസൂൽ ഇരുന്നത്. അപ്പോൾ ആ തൻ്റെ ഭർത്താവ് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അദ്ദേഹത്തോടൊപ്പം നിഴലായി ജീവിച്ച ആളാണ് ലോകത്തിൻ്റെ സ്ത്രീകളുടെ മാതൃകയായ മഹതിയായിട്ടുള്ള ഖദീജ ബീവി. ഞാൻ മച്ചയെ കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും. മച്ച പഠിച്ചത് ഇസ്ലാമിക ചരിത്രമാണ്. ഞാൻ ഭൗതികശാസ്ത്രവും കമ്പ്യൂട്ടർ സയൻസും ഒക്കെയാണ് പഠിച്ചത്. പക്ഷേ വായിക്കുന്നത് എപ്പോഴും നിരന്തരം ഇസ്ലാമിക ചരിത്രം വായിക്കാറുണ്ട്. വായിക്കുമ്പോഴൊക്കെ ഞാൻ മച്ച ഇങ്ങനെ അൽഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ മുറിയിലിരുന്ന് ഈ പ്രവാചകന്റെ ചരിത്രം, സഹാബാക്കളുടെ ചരിത്രം, വലിയ ചരിത്രമാണ്. നമ്മൾ അധികം പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ മുസ്ലിങ്ങളുടെ പുതിയ തലമുറ ഉമ്മത്ത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാത്ത ചരിത്രമാണ്. നബി കുടുംബത്തിന് എന്താണ് സംഭവിച്ചത്, സഹാബാക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. നമ്മുടെ പണ്ഡിതന്മാർ പോലും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് മറ്റു വിഷയമാണ്. മറ്റാളുടെ വിഷയത്തോട് ഞാൻ ആലോചിക്കുക. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ജൗഫർ മുസ്ലിയാർ ഖദീജ ബീവി ദമ്പതികളുടെ ചെറുമക്കളിൽ ആദ്യത്തെ ചെറുമോളാണ് ഈ മെഹർ നിസ എന്ന് വിളിക്കുന്ന നിസ എന്ന സുന്ദരി. ആ സുന്ദരിയെ വിവാഹം കഴിക്കാനായി കൊച്ചിയിൽ നിന്നും ഇറങ്ങി വന്നയാളാണ് ഈ അബ്ദുൽ മജീദ് എന്ന ചെറുപ്പക്കാരൻ. ഇത് രണ്ടുപേരും ഇവരുടെ ആദ്യ സന്താനമായ തസിയെ ഒരു കുതിര, ഒരു തടിയുടെ കുതിരക്കകത്തിരുത്തിയിട്ട് ഇവരിങ്ങനെ കളിപ്പിക്കുന്ന ഒരു ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇന്നും എൻ്റെ വീട്ടിലെ ആൽബത്തിൽ കേടുകൂടാതെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ തസിയും വളർന്നു വലുതായി കുട്ടികളുടെ ഉമ്മയായി കാലം ഇങ്ങനെ നിതാന്തമായ പ്രയാണത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോ മച്ച സംബന്ധിച്ചിടത്തോളം മച്ച ഒരുപാട് ടോക്കറ്റീവ് അല്ല, പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും വളരെ കെയറിങ് ഉള്ള ആളാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന ആദ്യ മുഖമാണ് വല്യമ്മിച്ചാണ്. മാസമാമയൊക്കെ പറഞ്ഞതുപോലെ പണ്ട് ഞങ്ങൾ ബസ്സിലൊക്കെ ഇങ്ങനെ ഭരണിക്കാവ് കയറി അവിടുന്ന് കൊട്ടാരക്കര കയറി അടുത്ത കുന്നിക്കോട് ബസ്സിൽ കയറി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ വഴിക്കണ്ണുമായി നിൽക്കുന്നു. ആ വഴിക്കണ്ണുകൾ അടഞ്ഞിട്ട് ഇന്ന് രാത്രി കൃത്യം 10 വർഷമാകും ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. നമ്മൾ മരണത്തിന് അറബ് മാസമാണ് സാധാരണ നോക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് മാസത്തിൽ മെയ് 25-ാം തീയതി രാത്രിയാണ് ആ സ്നേഹത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞ് എന്നേക്കുമായി അടഞ്ഞ് നമ്മുടെ ഉള്ളിൽ ആ കണ്ണുകൾ നിത്യപ്രകാശമായി ഇങ്ങനെ നിൽക്കുന്നത് എന്നും നമ്മൾ ഓർക്കണം. അതിനുശേഷമാണ് എൻ്റെ വാപ്പച്ച തൊട്ടടുത്ത ദിവസം രാവിലെയാണ് 2 പേരാണ് ഒറ്റ ദിവസം ഒരു കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ടത്. മച്ചയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, മച്ച ഇങ്ങനെ കോളേജിൽ അല്ലെങ്കിൽ എല്ലാ വിധത്തിലുമുള്ള ഒരു കുടുംബത്തിലേക്ക് എത്തി. ആ കുടുംബത്തിൽ നിന്ന് അപരിചിതനെ പോലെ മാറി നിൽക്കുക, പുതിയ പുതിയായിട്ട് മാറി നിന്നയാളല്ല. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നമ്മോട് നിന്ന ഒരാളാണ്. ആ വിധത്തിൽ മച്ചായി പറയും ഇത്തായി പറയും കുടുംബത്തിലെ ഏറ്റവും മൂത്ത ചെറുമകളെന്ന നിലയിൽ വളരെ എല്ലാ കാര്യങ്ങൾക്കും ചേർന്ന് നിന്നുകൊണ്ട് കുടുംബബന്ധം ചേർത്തുകൊണ്ട് വലിയമ്മയുടെ പാരമ്പര്യം തുറന്നുകൊണ്ട് മുമ്പോട്ട് പോയ ആളാണ്. ആ വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ നീണ്ട പ്രഭാഷണം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇനിയിപ്പം ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നാസിം മച്ചയൊക്കെ കുറച്ച് വിറ്റുമൊക്കെ ആയിട്ട് വേറൊരു ജോലിപ്പരുവാണ്. പക്ഷെ കുറച്ചുകൂടെ ഗൗരവമാണ് മച്ചയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഗൗരവമുള്ള ആള്, എന്നാൽ വളരെ കെയറിങ് ആയ, വളരെ ലവിങ് ആയിട്ടുള്ള ഒരാൾ. എന്തായാലും 2 പേർക്കും ഇനിയും കൂടുതൽ കാലം ഇവിടെ വച്ചവൻ പറഞ്ഞതുപോലെ കമലമാവൻ പറഞ്ഞതുപോലെ എത്ര കാലം നമുക്കറിയില്ല, എത്ര കാലം ഉണ്ടായാലും അക്കാലം സന്തോഷത്തോടുകൂടി വലിയ രോഗങ്ങളില്ലാതെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഈ കുടുംബത്തിലെ എല്ലാവരോടും ചേർന്നുകൊണ്ട് ഒരു വലിയ കുടുംബത്തിലെ
ഒരു സുന്ദരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മജീദ് സാറിൻ്റെ അയൽവാസികളൊക്കെ സമയക്കുറവായതുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ഉണ്ട്, അഡീഷണൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം സ്വന്തം ഗുരുവിനെ കുറിച്ച് 2 വാക്ക് പറയും എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുകയാണ്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ്. ബഹുമാനപ്പെട്ട മജീദ് സാർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, മനസ്സിലാക്കുന്നത് ഒരു കുടുംബ സംഗമമാണ്. വളരെ സന്തോഷം. ആ സംഗമത്തിൽ എന്നെയും സാറ് വിളിച്ചെനിക്ക് എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഒരു കുടുംബാംഗമാണ്. ഞാൻ എവിടെ ജോലി സ്ഥലത്തായിരുന്നാലും എന്നെ വിളിക്കുകയും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എൻ്റെ ആ സ്ഥലങ്ങളിലൊക്കെ വന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നു. ഉണ്ട് സാർ, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വിളിക്കും. ഞാൻ വിളിക്കാതിരിക്കുകയോ കാണാതിരിക്കുകയോ വെച്ചിട്ട് എവിടെയാണ് ജോലി കാര്യങ്ങളൊക്കെ. വളരെ അടുത്ത വ്യക്തിബന്ധം സാറുമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. തിരിച്ചുവതുപോലെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളും പഴയകാല ചരിത്രമൊക്കെ പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുകയും ദിവസം പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ല. സർവശക്തൻ ഇനിയും കൂടുതൽ ആരോഗ്യത്തോടുകൂടി ദീർഘായുസ് നൽകി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒറ്റവാക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എറണാകുളം നമുക്ക് സ്ത്രീകളെ സംസാരിക്കാൻ തോന്നില്ല, സമയക്കുറവാണ്. പക്ഷെ ഇവിടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നത് സീനിയർ മോസ്റ്റ് നമ്മുടെ മരിയ ടീച്ചറാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്ത്രീകളുടെ പ്രതിയാണ് 2 മിനിറ്റ് മരിയ ടീച്ചർ അവിടെ നിന്നോട് പറഞ്ഞത്. നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഗ്ലാസ് ചെയ്ത് പിടിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു തർത്തീവ്. ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് ഒന്ന് ചെന്നിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഗ്ലാസ് ചെയ്ത് പിടിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് നിസ, കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം വന്ന എൻ്റെ പൊന്നുമോള്, അവളെ ഇന്ന് കുറച്ച് ദിവസങ്ങളായി ഞാൻ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ഇത്താടെ ഇന്ന് ഞാൻ പെട്ടെന്ന് എടുത്ത് ഞാൻ കൊണ്ടു നടക്കുന്നതും ലാളിക്കുന്നതും ആയ ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്നത്. അവൾ എത്ര വളർന്ന് ഇപ്പം വിവാഹം കഴിഞ്ഞ് 50 വർഷമായെങ്കിലും എനിക്ക് ഇന്നും അവൾ കുഞ്ഞാണ്. എൻ്റെ മക്കളെക്കാൾ ഉപരി, കൊച്ചുമക്കളെക്കാൾ ഉപരി അവരുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. കാരണം കുട്ടിമ്മ വന്നപ്പോഴേ എന്നെ എടുക്കാൻ എന്താണെന്ന് ആദ്യം ഒരു ചോദ്യം എന്നോട്, അതിനിടെ മോനെ പ്രസവിച്ച സമയത്ത് എന്നോട് ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു. ആ ചോദ്യങ്ങളൊന്നും എനിക്ക് മറന്നു പോകുന്നില്ല. ഇന്നും എൻ്റെ മോളും അതുപോലെ തന്നെ ഈ മരുമകനും എന്നെ ഹജ്ജിന് ഉംറയ്ക്ക് കൊണ്ടുപോയത് ഇവർ 2 പേരുമാണ്. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഞാൻ പോയത്. പിന്നെ എൻ്റെ ഇത്തരം മറ്റേ മക്കളും മുന്താസ്, നെജുമ, അവരെല്ലാവരും ഉണ്ടായിരുന്നു. ലീഡ് ചെയ്ത് എൻ്റെ മൂത്ത മരുമകനും മകളുമാണ് എന്നെ കൊണ്ടുപോയതും അത് ചെയ്യിച്ചതും. അതിൻ്റെയൊക്കെ ഒരു വായ്പ അവർക്ക് കൂടി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അന്ന് നടത്തിയത് ഭയങ്കര സന്തോഷമായിപ്പോയി മക്കളെ. അത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. സർവശക്തനായ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിച്ച് എന്നേക്കും നല്ല രീതിയിലാക്കി നമുക്ക് കാണാൻ പഠിച്ചിടയാക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം നല്ല സന്തുഷ്ടിയിൽ പോകാൻ അള്ളാഹു ഇടയാക്കട്ടെ. എല്ലാത്തിനും പുതിയ പ്രത്യേകം ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്താടെ കാര്യം ഞാൻ പറയാൻ പറ്റത്തില്ല, എനിക്കത് അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല.
എല്ലാം പഠിച്ചവനെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യട്ടെ. ആമീൻ. എല്ലാവരും വിഷമിക്കുകയാണ്. വിഷമിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ചിന് ശേഷം പറയാം. അപ്പോൾ ഈ നിസായും ഇനി നമ്മുടെ ദമ്പതികളെ ആദരിക്കുന്നതിന് 12 പേര് കാത്തു നിൽക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് മജീദ് സാറിൻ്റെ അനിയൻ നാസിമിനെ ക്ഷണിക്കാം. നിങ്ങൾ രണ്ടുപേരും ഈ ഫ്രണ്ടിലോട്ട് വരണം. ഷാളാൻ സ്വീകരിക്കാം. മുമ്പോട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്തത് മജീദ് സാറിൻ്റെ പ്രിയ ശിഷ്യൻ JCP ഒരു കോംപ്ലിമെന്റ് കൊടുത്ത് സ്വന്തം ഗുരുവിനെ അനുമോദിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇനി മൊമെന്റ് കൊടുക്കാനുള്ള ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരികളെ കണ്ടിട്ട് മജീസാറിൻ്റെ ഇളയ പെണ്ണുള്ള ഭർത്താവ് അളിയൻ ആദരിക്കുന്നു. ഇനി ആരെങ്കിലും അത് ഇനി ആരെങ്കിലും കോംപ്ലൈൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാത്ത ആൾ വന്നോണ്ടിരിക്കുക. ഒരു പ്രസന്റേഷൻ കൊണ്ടുവരുമ്പോഴേ അവർക്ക് വാങ്ങിക്കണ്ട. പേരെന്താ? ഇങ്ങോട്ട് ആപ്പി അപ്പൊ നമുക്ക് നേരിൽ കൊടുക്കണ്ടോ? കുറ്റിച്ച തിരിഞ്ഞു നിൽക്കാൻ പറ മാമ. കവർ മാറ്റി അടുത്ത് കൊണ്ടുവന്നവര് 1 by 1 ആയിട്ട് വന്ന് കൊടുക്കണം. കാരണം ലഞ്ചിന് ശേഷം ഈ സെഷൻ ദ്വാ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. തസിയുടെ മോളെന്ത്? തസിയുടെ മോള് നീ വന്നിട്ടേ നീ എന്റെ ആങ്കർ നീ ഒന്ന് മുങ്ങിക്കളയണ്ട. നീക്കൊന്ന് മുങ്ങിക്കളയണ്ടൊക്കെ. അത് നമ്മുടെ തസിയുടെ മോളാണ് ഓഫീഷ്യൽ ആങ്കർ. അടുത്ത നമ്മൾ നബിയില് കോംപ്ലൈന്റ് കൊടുക്കും.
താഹിറ ബഷീറിന്റെ അടുത്ത് നിന്നുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഹലീമ പൂക്കൾ കൊണ്ടുപോകും. വിശ അങ്ങോട്ട് നടന്നു പോകുന്നു. സുഹാബിക്കയുടെ ഗിഫ്റ്റ്. സുറാബത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഷുഹൈബത്ത് നമ്മുടെ പിഷായ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ വന്നിട്ട് അവളെ പ്രതികരിച്ച് അനസൻ അവളുടെ മകന് അനസൻ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. കേക്ക് കട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Ardi, side.